ഏവർക്കും സിനി ലോഞ്ചിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ വീണ്ടും ഒരു ക്രിസ്മസ് കാലം കൂടെ വന്നെത്തിയിരിക്കുകയാണ്. ഈ ഒരു ക്രിസ്മസ് കാലത്ത് നിങ്ങൾക്കായി ഒരുപിടി മനോഹര സിനിമകൾ തിയേറ്ററിൽ റിലീസാവുന്നുണ്ട്. തിയേറ്ററിൽ മാത്രം സിനിമ കണ്ടാൽ പോരല്ലോ, കുറച്ച് സിനിമകൾ നമുക്ക് വീട്ടിലിരുന്നും കാണാം. ഈ ഒരു അവധിക്കാലത്ത് മനസ്സ് നിറച്ച് കാണാൻ പറ്റിയ കുറച്ച് കൊറിയൻ സിനിമകൾ നമുക്ക് പരിചയപ്പെടാം. ഇയോ മ്യൂനെ എഴുതി സംവിധാനം ചെയ്ത കൊറിയൻ കോമഡി ഡ്രാമ ചിത്രമാണ് മാൽമിയോയി ദി സീക്രട്ട് മിഷൻ. 2019 പുറത്തിറങ്ങിയ ഒരു ചിത്രമാണിത്. കൊറിയ ജപ്പാനീസ് അധിനിവേശത്തിലായിരുന്ന സമയത്താണ് കഥ നടക്കുന്നത്. 1940കളിൽ കിരബാൻസൂവിലൂടെയാണ് കഥ പോകുന്നത്. ആ സമയത്ത് സ്കൂളുകളിൽ കൊറിയൻ പഠിപ്പിക്കുന്നത് നിരോധിച്ചിരുന്നു. അങ്ങനെ ആരും അറിയാതെ ഒരു കൊറിയൻ നിഘണ്ടു ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന കുറച്ച് പേരുടെ കഥയാണ് ചിത്രം പറഞ്ഞു പോകുന്നത്. കൊറിയൻ ലാംഗ്വേജ് സൊസൈറ്റിയുടെ ഉത്ഭവത്തിൻ്റെ കഥ കൂടിയാണിത്. ഒത്തിരിയേറെ കോമഡിയും നല്ല മുഹൂർത്തങ്ങളുമുള്ള ഒരു മനോഹര ഫീൽ ഗുഡ് ചിത്രമാണ് മാൽമിയോയി ദി സീക്രട്ട് മിഷൻ. ഈ ഒരു ക്രിസ്മസ് കാലത്ത് മനസ്സ് നിറച്ച് കാണാൻ പറ്റിയ ഒരു ചിത്രം കൂടിയാണ് മാൽമിയോയി ദി സീക്രട്ട് മിഷൻ. നമുക്ക് ഇഷ്ടമുള്ള ഒത്തിരിയേറെ നല്ല അഭിനേതാക്കളും ചിത്രത്തിലുണ്ട് എന്നത് മറ്റൊരു പ്രത്യേകതയാണ്. കാങ് ഹോ ജി സംവിധാനം ചെയ്ത് 2019 പുറത്തു വന്ന ചിത്രമാണ് ദ ഡ്യൂഡ് ഇൻ മീ. ഒരു ഫാന്റസി കോമഡി ചിത്രമാണ് ദ ഡ്യൂഡ് ഇൻ മീ. ജങ് പാൻസു അറിയപ്പെടുന്ന ഒരു ഗ്യാങ്സ്റ്ററാണ്. ഒരു നാൾ ഒരു ഹൈസ്കൂൾ വിദ്യാർത്ഥിയായ ഡോങ് ഹ്യൂൻ ഒരു ഷൂ എടുക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ മേൽക്കൂരയിൽ നിന്ന് വീഴുകയും എന്നാൽ വീഴുന്നത് നമ്മുടെ ഗ്യാങ്സ്റ്ററിൻ്റെ ദേഹത്തേക്കുമാണ്. പിന്നീട് ആശുപത്രിയിൽ ഉണരുന്ന അവർ മനസ്സിലാക്കുന്നത് ഇരുവരും അങ്ങോട്ടും ഇങ്ങോട്ടും ശരീരം മാറി എന്നതാണ്. നമ്മൾ ഇതിഹാസയിലൊക്കെ കണ്ടതുപോലെ പിന്നീട് നടക്കുന്ന രസകരമായ സംഭവങ്ങളാണ് ചിത്രം കാണിച്ചു പോകുന്നത്. ചിരിച്ചാസ്വദിച്ച് കാണാൻ പറ്റിയ ഒരു മനോഹര സിനിമയാണ് ദ ഡ്യൂഡ് ഇൻ മീ. ഈ ഒരു ചിത്രം കാണാത്തവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ക്രിസ്മസ് കാലത്ത് ഒന്ന് കണ്ടു നോക്കാനായിട്ട് ശ്രമിക്കുക. സാങ് ഹ്യോങ് ച്യോൾ സംവിധാനം ചെയ്ത് 2018 റിലീസായ ചിത്രമാണ് സ്വിംഗ് കിഡ്സ്. 1951 കൊറിയൻ യുദ്ധസമയത്തെ ജിയോജെ ജയിലിലാണ് കഥ നടക്കുന്നത്. പട്ടാളക്കാരായ രണ്ടുപേര് അവിടെ വെച്ച് കണ്ടുമുട്ടുന്നു. പിന്നീട് ഇരുവരുടെയും സൗഹൃദവും ഇരുവരും ഒന്നിച്ചൊരു ഡാൻസ് കമ്പനിയുമായി ചേർത്ത് പ്രവർത്തിക്കുന്നതും മറ്റുമാണ് ചിത്രത്തിന്റെ കഥ. ഒരുപക്ഷെ ഒരു അണ്ടർറേറ്റഡ് കൊറിയൻ ചിത്രം കൂടിയാണിത്. ഈ ഒരു ക്രിസ്മസ് കാലത്ത് മനസ്സൊന്ന് ശാന്തമാക്കി കണ്ടു നോക്കാവുന്ന ചിത്രമാണ് സ്വിംഗ് കിഡ്സ്. കൊറിയൻ സിനിമാ പ്രേമികളെന്നല്ല, സിനിമാ പ്രേമികൾ ഇതിനോടകം കണ്ടു കഴിഞ്ഞൊരു മനോഹര കൊറിയൻ ചിത്രമാണ് ഓൺ യുവർ വെഡ്ഡിംഗ് ഡേ. ഈ ഒരു ചിത്രം ഇതുവരെയും കാണാത്തവർക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്തുന്നു എന്നേ ഉള്ളൂ. കഥയും മറ്റ് കാര്യങ്ങളും ഒന്നും തന്നെ നോക്കാതെ ഒരു മസ്റ്റ് വാച്ച് ചിത്രമായിട്ട് തന്നെ കാണേണ്ട ഒരു ചിത്രമാണ് ഓൺ യുവർ വെഡ്ഡിംഗ് ഡേ. നഷ്ടപ്രണയങ്ങൾ ഒരാളെ എത്രമാത്രം സഹനങ്ങളിലൂടെ കടത്തിവിടുമെന്ന് ചിത്രം പറഞ്ഞു പോകുന്നു. മനോഹരമായൊരു ഫീൽ തന്നെയാണ് ഈ ഒരു ചിത്രം നമുക്ക് സമ്മാനിക്കുക. തീർച്ചയായിട്ടും ഈ ക്രിസ്മസ് കാലത്ത് നിങ്ങൾ ഈ ഒരു ചിത്രം കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കാൻ ശ്രമിച്ചു നോക്കുക. രണ്ട് സഹോദരങ്ങളുടെ കഥ പറഞ്ഞുകൊണ്ട് പോകുന്ന ചിത്രമാണ് ഇൻസെപ്പറബിൾ ബ്രദേഴ്സ്. എന്നാൽ രക്തബന്ധം കൊണ്ട് അവർ സഹോദരങ്ങളല്ല. അതിലൊരാൾക്ക് ചെറിയ വൈകല്യങ്ങളുണ്ട്, പക്ഷേ ആളൊരു മിടുക്കനാണ്. പക്ഷെ മറ്റേ ആൾക്ക് ബാക്കി കാര്യങ്ങളിലൊന്നും കുഴപ്പമില്ലെങ്കിലും അത്ര മിടുക്കനല്ല. അങ്ങനെ അവരുടെ ജീവിതത്തിലേക്ക് വരുന്ന കുറച്ച് അതിഥികളുമൊക്കെയാണ് ചിത്രം കാണിച്ചു പോകുന്നത്. 2020 കാങ് ടേക്യു സംവിധാനം ചെയ്ത് റിലീസായ കോമഡി ചിത്രമാണ് പവൻ. 1993 കഥ നടക്കുന്നത്. കടം കൊടുക്കുന്ന പൈസ തിരിച്ചു മേടിക്കുന്ന ജോലി ചെയ്യുന്ന രണ്ടുപേരാണ് കേന്ദ്ര കഥാപാത്രങ്ങൾ. അങ്ങനെ ഒരു ദിവസം ഒരു സ്ത്രീ കടം മേടിച്ച പൈസ തിരികെ നൽകാത്തതിനെ തുടർന്ന് അവളുടെ 9 വയസ്സുള്ള മകളെ പണയമായി എടുക്കുന്നു. പിന്നീടുള്ള സംഭവങ്ങളാണ് ചിത്രം പറഞ്ഞു പോകുന്നത്. നർമ്മത്തിൽ ചാലിച്ച കഥ പറച്ചിൽ ശൈലി മെല്ലെ നമ്മളുടെ മനസ്സിനെ ചെറിയൊരു വിങ്ങലേൽപ്പിച്ചുകൊണ്ടേ അവസാനിക്കുള്ളൂ. തീർച്ചയായിട്ടും ഈ ഒരു ചിത്രം നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കാനായിട്ട് ശ്രമിക്കുക. കൊറിയൻ സിനിമകൾ കണ്ടിട്ടുള്ളവരുടെ ലിസ്റ്റിൽ മുൻപന്തിയിൽ തന്നെയുള്ള ചിത്രമാണ് മിറക്കിൾ ഇൻ സെൽ നമ്പർ 7. മനസ്സ് നിറച്ച് കാണാൻ ഇതിൽ പരം മനോഹരമായൊരു കൊറിയൻ ചിത്രം ഉണ്ടോ എന്നത് സംശയമാണ്. ചെയ്യാത്ത ഒരു കുറ്റത്തിന് ജയിലിൽ പോകേണ്ടി വന്ന നമ്മുടെ നായകന് അദ്ദേഹത്തിന്റെ മകളെ ആരും കാണാതെ ജയിലിൽ കയറ്റുന്നു. പിന്നീടുള്ള സംഭവങ്ങളാണ് ചിത്രം പറഞ്ഞു പോകുന്നത്. മറ്റൊരു ചിത്രവും കണ്ടില്ലെങ്കിൽ തന്നെയും ഈ ഒരു ചിത്രം തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കാനായിട്ട് ശ്രമിക്കുക. ഈ ഒരു ക്രിസ്മസ് കാലത്ത് മനോഹരമായ ഒരു ഫീലോട് കൂടി കാണാൻ പറ്റിയ ഒരു നല്ല ചിത്രമാണ് മിറക്കിൾ ഇൻ സെൽ നമ്പർ 7. ആ ഒരു അച്ഛൻ്റെയും മകളുടെയും സ്നേഹബന്ധമൊക്കെ വളരെ മനോഹരമായിട്ടാണ് ചിത്രത്തിൽ ആവിഷ്കരിച്ചിരിക്കുന്നത്. ഈ ഒരു ചിത്രം നിങ്ങളെ ഒരു കാരണവശാലും നിരാശപ്പെടുത്തുകയില്ല എന്നത് തീർച്ചയാണ്. അപ്പോൾ ഈ ഒരു ക്രിസ്മസ് കാലത്ത് ഇത്രയും പറഞ്ഞ സിനിമകളിൽ നിങ്ങൾ ഏതെങ്കിലും സിനിമകൾ കാണാത്തതുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ മറ്റു ചിത്രങ്ങളുടെ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.